ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കറിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ പുലാവ് റെസിപ്പി ആയിട്ടാണ്. റൈസ് ഒന്നും കുഴഞ്ഞു പോകാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 5 ഏലയ്ക്ക, 3 കഷ്ണം പട്ട, 6 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ടൊരു 3 വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പുലാവ് റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടൊരു 2 പച്ചമുളക് അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാവുന്നതാണ്. ഇനി ഇതിലോട്ട് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ല പാകത്തിന് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 300 ഗ്രാം ചിക്കൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ജോക്കർ കോല റൈസ് കൊണ്ടാണ് ഞാനിവിടെ ചിക്കൻ പുലാവ് റെഡിയാക്കി എടുക്കുന്നത്. 2 ഗ്ലാസ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ഗ്ലാസ് റൈസിന് 1.5 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. നിങ്ങൾ ഏതൊരു റൈസാണ് എടുക്കുന്നത് ആ ഒരു റൈസിൻ്റെ വേവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരാം. ഈ സമയം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വയ്ക്കാം. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. എന്തായെന്ന് തുറന്നു നോക്കാം. കണ്ടോ, നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കാം. ഇത് 20 മിനിറ്റ്സ് സോക്ക് ചെയ്തെടുത്തിട്ടുള്ള റൈസാണ്. ബിരിയാണി ഉണ്ടാക്കുന്ന ഏതൊരു റൈസും ഉപയോഗിച്ചിട്ടും ഈ ഒരു പുലാവ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി കുക്കർ അടച്ച് വിസിൽ വെച്ച് കൊടുക്കാം. ഒരു 3 വിസിൽ വന്നോട്ടെ. ഇപ്പോൾ ഇതാ 3 വിസിലെല്ലാം വന്നിട്ട് കുക്കറിൻ്റെ പ്രഷറെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി തുറന്നു നോക്കാം. ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള ചിക്കൻ പുലാവ് റെഡി. എന്തൊരു സ്മെല്ലാന്നറിയോ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ. റൈസും ചിക്കനും എല്ലാം കണ്ടോ, എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കുക്കായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എത്ര സിമ്പിളായിട്ട് നമ്മളൊരു ടേസ്റ്റി ചിക്കൻ പുലാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളതല്ലേ. പിന്നെ കുക്കറിലായതുകൊണ്ട് റൈസും ചിക്കനും ഒക്കെ ഓവറായിട്ട് കുക്കായി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട, ധൈര്യമായിട്ട് തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ചിക്കൻ പുലാവ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.